പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് ഒരു പ്രഭാതം കൂടെ നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൗമിക ജീവിതത്തിലും ആത്മീക ജീവിതത്തിലും പ്രതിസന്ധികൾ, പോരാട്ടങ്ങൾ, യുദ്ധങ്ങൾ, മനോവിഷമങ്ങൾ, രോഗങ്ങൾ, വേദനകൾ, ഇല്ലായ്മകൾ, ദാരിദ്ര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. മനുഷ്യ സഹജമാണ്. വിശ്വാസികൾക്കൊരു പ്രതിസന്ധി, ലോകമനുഷ്യർക്കൊരു പ്രതിസന്ധി അങ്ങനെയൊന്നുമില്ല. മനുഷ്യ സഹജമായി ധാരാളം പ്രതികൂലതകളെ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. പല പ്രതിസന്ധികളും നമ്മുടെ മാത്രം ആലോചന കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും അത് നേരിടാൻ കഴിയില്ല. ചിലതൊക്കെ നമ്മുടെ ബുദ്ധി കൊണ്ടൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ സാധിക്കാമെങ്കിലും ചിലതിലൊന്നും നമുക്ക് ജയം പ്രാപിക്കാൻ കഴിയില്ല. നമ്മൾ തകർന്നു പോകും. ഇങ്ങനെ നമ്മൾ തകരപ്പെടുന്നതായ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, മറ്റുള്ളവരുടെ ആലോചന, ബുദ്ധി, ജ്ഞാനം, ഉപദേശം, ഇതൊക്കെ നമ്മൾ അതിയായി കൊതിക്കും. ദൈവമുള്ളവരും ദൈവമില്ലാത്തവരും, ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ദൈവത്തിൽ വിശ്വസിക്കാത്തവരും ദൈവ സാന്നിധ്യം അതിയായി കൊതിച്ചു പോകുന്ന, ആഗ്രഹിക്കുന്ന അനേക സാഹചര്യങ്ങൾ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ശത്രുത അല്ലെങ്കിൽ ഒരു പോരാട്ടം നമ്മുടെ മുൻപിൽ മാത്രം നേരിടുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പുറമോട്ട് മാറാം. ഇല്ല, പുറകിൽ നിന്നാണ് ഒരു ഉപദ്രവം നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് മാറി ഒഴിഞ്ഞു മാറി നിൽക്കാം. അത് നമ്മുടെ സ്വന്തം ജ്ഞാനം. എന്നാൽ മുമ്പിൽ നിന്നും പുറകിൽ നിന്നും പോരാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മുമ്പിൽ നിന്ന് വരുന്നതായ ശത്രുവിനെ നമുക്ക് കാണാൻ കഴിയും. അവൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ എന്താണ്, അവൻ ഏത് മുറയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയുള്ള വ്യക്തിയാണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, ഏത് രീതിയിലാണ് നമ്മളെ ആക്രമിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ, അതിന് നേർക്കാഴ്ച എന്ന് പറയും. എന്നാൽ പുറകിൽ നിന്ന് പോരാടുന്ന ശത്രു അത് ഉൾക്കാഴ്ചയാണ്. അവൻ്റെ കയ്യിലുള്ള ആയുധമോ അവൻ എടുക്കുന്നതായ ഏത് മുറയ്ക്കാണ് നമ്മളോട് പോരാടുന്നതെന്നോ ഒരു ഐഡിയയും കിട്ടില്ല. ഇവിടെയാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നത്, നാം പ്രതിരോധത്തിലാകുന്നത്, ആശയക്കുഴപ്പത്തിലാകുന്നത്. ഒരു സഹായം നമുക്ക് ആവശ്യമായി വരും. നമ്മെക്കാളും ബുദ്ധിയും ജ്ഞാനവും ഉള്ളതായ ഒരു വ്യക്തിയുടെ ഉപദേശം, ഒരു നടത്തിപ്പ് ഇല്ല എങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ലഭിച്ചില്ല എങ്കിൽ നമ്മൾ തകർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ പ്രഭാതയാമത്തിൽ തിരുവചനത്തിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എടുത്തു കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ മുൻപിൽ നിന്നും പുറകിൽ നിന്നും ഒരു വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ ആ ജനം, ദൈവത്തിൻ്റെ ജനം എടുത്ത തീരുമാനം എങ്ങനെയാണ്, ഏത് നിലപാടിലേക്കാണ് അവർ വന്നത്, അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് അനേക പ്രതിസന്ധികളെയും അനേക പരീക്ഷകളെയും നേരിടുവാൻ നമുക്ക് പ്രചോദനം നൽകുന്ന ആലോചനയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലായാൽ നമുക്ക് ഒരുപാട് ധൈര്യം പകരുന്ന ഒരു സന്ദേശമാണ്. നമുക്ക് വായിക്കാം. 2 ശമൂവേൽ 10-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. അത് ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ധൈര്യമായിരിക്കുക, നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക. യഹോവയോ തനിക്ക് ഇഷ്ടമായത് നമ്മോട് ചെയ്യുമാറാകട്ടെ. അതിനു മുമ്പുള്ളതായ ഒരു വാക്യം കൂടെ അതിൻ്റെ പശ്ചാത്തലത്തെ മനസ്സിലാക്കുവാൻ വായിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ 9-ാം വാക്യം അതിങ്ങനെ വായിക്കുന്നു: യോവാബ് തൻ്റെ മുൻപിലും പിൻപിലും പട പരന്നിരിക്കുന്നു, നിരന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ. ദാവീദിൻ്റെ പടത്തലവനാണ് യോവാബ്. അവരുടെ മുൻപിൽ അമോന്യർ എന്ന് പറയുന്ന ഒരു സമൂഹം, അവർ വെൽ എക്വിപ്ഡ് ആണ്. പല പടജനങ്ങൾ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പടയാളികൾ അവർക്കുണ്ട്. ആധുനികമായിട്ടുള്ള പടക്കോപ്പുകൾ അവരുടെ കയ്യിലുണ്ട്. അവരെന്താണ് ചെയ്തതെന്ന് അറിയാമോ? ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കുവാൻ, ദാവീദിൻ്റെ ജനത്തെ തോൽപ്പിക്കുവാൻ മുമ്പിൽ നിന്നും പുറകിൽ നിന്നും പടയ്ക്ക് പുറപ്പെട്ടു. നേർക്കാഴ്ചയും ഉൾക്കാഴ്ചയും അവിടെ തമ്മിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി. യോവാബ് പടത്തലവൻ, അവനിൽ ഒരു ദൈവത്തിൻ്റെ ജ്ഞാനം വന്നു. അവരാശയക്കുഴപ്പത്തിലും പ്രതിരോധത്തിലുമായിരിക്കുന്ന സമയം മുമ്പിലും പുറകിലും പട പരന്നു. പടയാളികൾ ആശയക്കുഴപ്പത്തിലായി, പ്രശ്നത്തിലായി, എങ്ങോട്ട് തിരിയണമെന്നറിയില്ല. അവർക്കൊരു ഉപദേശം അവർക്ക് ആവശ്യമായി വന്നു. യോവാബിൽ വന്ന ദൈവത്തിൻ്റെ ആത്മാവ്
അവൻ ചെയ്തതായ കാര്യം എന്താണെന്ന് അറിയാമോ? അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതായ പടജനത്തെ രണ്ടായി ഭാഗിച്ചു. ഒരു കൂട്ടരോട് പറഞ്ഞു, നിങ്ങൾ നോക്കൂ, നിങ്ങൾ നേരെ വരുന്ന പടയാളികളോട് അല്ലെങ്കിൽ അമോന്യരോട് നിങ്ങൾ പോരാടണം. മറ്റേ കൂട്ടരോട് പറഞ്ഞു, നിങ്ങൾ പുറകിൽ നിന്ന് വരുന്നവരോട് പോരാടണം. ആദ്യത്തെ മുന്നിൽ നിന്ന് പോരാടുന്നവർ അവർ യോവാബിൻ്റെ കൈക്കീഴിൽ വരുന്നു, ഭരണത്തിൽ വരുന്നു. അതിനുശേഷം ബാക്കിയുള്ള പടജനത്തെ രണ്ടായി ഭാഗിച്ചു. ഒരു ഭാഗത്തെ തൻ്റെ സഹോദരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവനോട് പറഞ്ഞു, നീ പുറകിൽ നിന്ന് പോരാടുന്നവരോട് പോരാടണം. അതിനു മുമ്പ് തൻ്റെ സഹോദരനും യോവാബും തമ്മിൽ ഒരു ഐക്യത, ഒരു സഖ്യത ചെയ്തു. എന്താണെന്ന് അറിയാമോ? ഞാൻ ബലഹീനനായാൽ നീ എന്നെ സഹായിക്കണം, നീ ബലഹീനനായാൽ ഞാൻ നിന്നെ സഹായിക്കും. പടത്തലവന്മാരുടെ മുൻപിൽ ഒരൈക്യത വന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു സഖ്യത, സഹായത്തിനുള്ളതായ ഒരു വാഗ്ദാനം. അതിൽ നിന്ന് മാറിക്കൂടാ. ആ സഖ്യത വന്നു കഴിഞ്ഞതിന് ശേഷം ഈ സഖ്യതയെക്കുറിച്ച് ജനങ്ങളോട് വിവരിച്ചു പറഞ്ഞു. നോക്കൂ, ഞങ്ങൾ രണ്ട് തലവന്മാർ തമ്മിൽ സഖ്യതയിലായിരിക്കുന്നു. ഒരുവൻ ബലഹീനനാകുമ്പോൾ മറ്റവൻ ചെന്നവനെ സഹായിക്കണം. ഇവൻ ബലഹീനനാകുമ്പോൾ മറ്റേ ആൾക്കാർ വന്ന് സഹായിക്കണം. ഉൾക്കാഴ്ചയും നേർക്കാഴ്ചയും അവിടെ സഫലമായി വന്നു. അതിനുശേഷം പടജനത്തോട് പൊതുവായി യോവാബ് പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിരിക്കുക. സ്വജനത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്ക് വേണ്ടിയും പുരുഷത്വം കാണിക്കുക. അതിൽ നിന്ന് എന്ത് പ്രതിഫലമാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ കണക്ക് കൂട്ടണ്ട. അത് ദൈവമാണ് നിങ്ങൾക്ക് തരുന്നത്, നമുക്ക് സമ്മാനിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം പോലെ നമ്മോട് ചെയ്യും. നമ്മുടെ ഡ്യൂട്ടി ധൈര്യമായിരിക്കുക, പുരുഷത്വം കാണിക്കുക. എന്താണ് ഈ പുരുഷത്വം കാണിക്കുക എന്ന് പറഞ്ഞാൽ? അവരൊക്കെ സ്ത്രീകളാണോ? പുരുഷന്മാർ തന്നെയല്ലേ? അപ്പോൾ പുരുഷത്വം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സാഹചര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും അല്ലെങ്കിൽ ആനുകൂലതകളുടെയും ഒക്കെ മധ്യത്തിൽ പ്രതിഫലത്തിന് വേണ്ടി, ആദായത്തിന് വേണ്ടി, സ്ഥാനമാനത്തിന് വേണ്ടി നിന്റെ അഭിപ്രായത്തെ മാറ്റരുത്, നിന്റെ സഹോദരനെ ഊറ്റിക്കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, യോസേഫ് പൊത്തിഫറിൻ്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം പൊത്തിഫറിൻ്റെ ഭാര്യ യോസേഫിനെ വൈഷമ്യത്തിലാക്കി, പ്രതികൂലതയിലാക്കി. അവനെ ആക്രമിക്കാൻ നേരിട്ട് നമുക്ക് ആ ചരിത്രം അറിയാം. അവൻ എന്ത് ചെയ്തറിയാം? കുതിറി ഓടി, വസ്ത്രം ഇട്ടിട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ പൊത്തിഫറിൻ്റെ ഭാര്യ അഭിപ്രായം മാറ്റി. അവൾ വന്ന പോലുള്ള അഭിപ്രായമല്ല, ഇങ്ങോട്ട് വന്നത് അവനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണമെന്നുള്ളതായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവളുടെ അഭിപ്രായം മാറ്റി. എന്താണെന്നറിയാമോ? ഈ യോസേഫ് എന്നെ ഉപദ്രവിക്കാൻ വന്നു. നോക്കൂ, വാദി പ്രതിയായി. എന്തിനു വേണ്ടി അവൾ മാറ്റിയത്? സ്വന്തം സ്ഥാനത്തിന് വേണ്ടി, അവിടെ ബഹുമാനത്തിന് വേണ്ടി, അവിടെ നിലനിൽപ്പിന് വേണ്ടി, അവളുടെ ആ ഭാര്യത്വം നഷ്ടപ്പെടാതിരിക്കാൻ, ബഹുമാനം നഷ്ടപ്പെടാതിരിക്കുവാൻ, അവൾ കുറ്റക്കാരി അല്ലെന്ന് കാണിക്കാൻ വേണ്ടി അഭിപ്രായം മാറ്റി. അങ്ങനെ സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതായ അഭിപ്രായത്തെ കാണിക്കുന്നു. നിന്റെ സഹോദരന് വിരോധമായി നിന്റെ സ്വന്തം ലാഭത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി നീ നിന്റെ സഖ്യതയെ മറന്നു കളയരുത്. നീ ഏറ്റിരിക്കുന്നതായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധമില്ലാത്തവനാകരുത്. ഏതിനു വേണ്ടി പുറപ്പെട്ടു അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. എന്തു വന്നിരുന്നാലും അതിനെ നേരിടാനുള്ളതായ ഒരു സാന്നിധ്യം നമുക്കുണ്ടാകണം. അതാണ് പുരുഷത്വം കാണിക്കുക എന്ന് പറഞ്ഞാൽ. എന്തിനു വേണ്ടിയാണ് യോവാബ് പുരുഷത്വം കാണിക്കുക എന്ന് പറഞ്ഞാൽ? നമുക്ക് നമ്മുടെ സ്വന്തം അനുഭവത്തിന് വേണ്ടി, സ്വന്തം ജനത്തിന് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, എൻ്റെ ചർച്ചക്കാർക്ക് വേണ്ടി, എൻ്റെ ഭവനക്കാർക്ക് വേണ്ടി, പ്ലസ് പിന്നീട് ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ യഹോവയ്ക്ക് ധാരാളം പട്ടണങ്ങൾ ഈ ദേശത്തുള്ളതായ ഒരു സമ്മതം. നമ്മൾ നമ്മുടെ കുടുംബങ്ങളാണെങ്കിലും ദൈവത്തിന് മനോഹരമായ അവൻ വസിക്കുന്നതായ അനേക പട്ടണങ്ങളുണ്ട്. അവൻ്റെ ശരീരമായ സഭ, ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന, അവൻ്റെ ഉപദേശം പോലെ അവനെ സ്നേഹിക്കുന്ന, മാനിക്കുന്ന, അനുസരിക്കുന്ന, അവൻ്റെ വ്യവസ്ഥയും കീഴിൽ പോകുവാൻ ഇച്ഛിക്കുന്നതായ അനേക ബോഡികൾ, അനേക ശരീരങ്ങൾ, കർത്താവിൻ്റെ ശരീരമായ സഭ, പട്ടണങ്ങൾ ഉണ്ട്. അവർക്ക് വേണ്ടിയൊക്കെയും അഭിപ്രായത്തെ മാറ്റാതെ, ലാഭേച്ഛ കൂടാതെ, അല്ലെങ്കിൽ സൗകര്യപ്രദമായി നിലനിൽപ്പിന് വേണ്ടി അഭിപ്രായങ്ങൾ മാറ്റി സ്ത്രീത്വം കാണിക്കരുത്. പുരുഷത്വത്തോടുകൂടി നിൽക്കുക, ധൈര്യം സംഭരിക്കുക. അതിനുശേഷം അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടി യോവാബ് പറയാണ്,
ദൈവം തനിക്ക് താൻ ഇച്ഛിക്കുന്നത് പോലെ നമ്മോട് ചെയ്യുമാറാകട്ടെ. ദൈവത്തിൻ്റെ ഹിതം മാത്രം നടക്കട്ടെ, അത് ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു സമർപ്പണ ബോധം. ഈ 2-3 കാര്യങ്ങൾ കൂടി സമന്വയിക്കപ്പെടുമ്പോൾ ഏത് പ്രതിസന്ധിയിലും നിലനിൽക്കുവാനുള്ള ഒരു പൂർണ്ണ അഭിഷേകം നമ്മൾ പകരപ്പെടും. മുന്നിൽ കൂടെ പ്രത്യക്ഷപ്പെടുന്നതായ എതിരാളികളെ നമ്മുടെ നേർക്കാഴ്ചയാണ്. അവരുടെ കയ്യിലുള്ളതായ പോരാട്ട സ്വഭാവങ്ങളെക്കുറിച്ച് നമുക്കറിയാം, അവരെന്താണ് ചെയ്യുന്നത് നമുക്കറിയാം. എന്നാൽ പിന്നിൽ നിന്നും വരുന്ന പോരാട്ടങ്ങളെക്കുറിച്ച് നമുക്ക് നേർക്കാഴ്ചയില്ല, ഉൾക്കാഴ്ചയാണ്. ഈ ഉൾക്കാഴ്ചയിൽ അനേക അമ്പുകളുണ്ട്. ആയുധങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല, നമ്മളെ ഏത് രീതിയിലാണ് ആക്രമിക്കുന്നത് അറിയില്ല. പക്ഷെങ്കിൽ അതിനെ കാണുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് അത് കാണാൻ കഴിയും. നേർക്കാഴ്ചയും ഉൾക്കാഴ്ചയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നമ്മുടെ ജ്ഞാനം കൊണ്ട് നേരിടാൻ കഴിയാത്ത അനേക സാഹചര്യങ്ങളെ നേരിടുവാൻ ദൈവം തൻ്റെ ബലം നമുക്ക് നൽകും, ധൈര്യം നൽകും. എങ്ങനെ? അഭിപ്രായം മാറ്റരുത്, ഉറച്ചു നിൽക്കുക. നീ ഒന്നിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിൻപിലുള്ളത് സകലതും മറന്ന് മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞു ഓടുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ വീണ്ടും താൻ പറയുകയാണ്, ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ ആർക്ക് കഴിയും? വാതുവെച്ച് പറയുകയാണ്. ഒരിക്കലും ഒരുത്തരാലും സാധിക്കാത്തതായ ഒരു സ്നേഹബന്ധത്തിന് താൻ അടിമയായിരിക്കുന്നു, താൻ പിടിക്കപ്പെട്ടിരിക്കുന്നുള്ളതായ ഒരു വലിയൊരു പുരുഷത്വ സ്വരം തന്നിൽ നിന്ന് ഉയരുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിച്ച വിളിക്കൊത്തവണ്ണം ഏത് പ്രത്യാശയ്ക്ക് വേണ്ടി വിളിച്ചുവോ, ഏത് ലക്ഷ്യത്തിന് വേണ്ടി വിളിച്ചുവോ, അതിന് നമുക്കെതിരായി പോരാടുന്ന, അല്ലെങ്കിൽ മുന്നിൽ നിന്നും പുറകിൽ നിന്നും പോരാടുന്ന പോരാട്ടങ്ങളെ ജയിക്കുവാൻ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളതായ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, അവൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ഒരു ശത്രുവിനും നമ്മെ പിന്തള്ളുവാൻ സാധിക്കുകയില്ല, നമ്മളെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. അവിടെയൊക്കെയും ജയം കർത്താവിനുള്ളതാണ്. കാരണം കർത്താവാണ് നേർക്കാഴ്ചയും ഉൾക്കാഴ്ചയുമുള്ള ഏക വ്യക്തി. അവനാണ് നമ്മുടെ സൈന്യാധിപൻ. കർത്താവിനെ മുൻകണ്ടവർക്ക് മാത്രമേ ഈ പ്രത്യാശയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചുള്ള ഒരു ദർശനമുള്ളവർക്ക് മാത്രമേ ഈ നായകത്തെ കുറിച്ചുള്ളതായ ഒരു ദർശനമുണ്ടാകുകയുള്ളൂ. അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ട്, അവരുടെ പ്രതികൂലതയിൽ സന്തോഷിക്കുവാൻ അവർക്ക് വകയുണ്ട്. അവരെ താഴ്ത്തിക്കളയുന്ന, പരാജയപ്പെടുത്തുന്ന ഒരു വസ്തുതകളും അവരുടെ മുമ്പിൽ ബലം പ്രാപിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധികൾ നമുക്ക് നേരിടാം, പോരാട്ടങ്ങൾ നേരിടാം, യുദ്ധങ്ങൾ നേരിടാം. എന്നാൽ മുമ്പിൽ നിന്നും പുറകിൽ നിന്നും യുദ്ധങ്ങൾ നേരിടുമ്പോൾ ആശയക്കുഴപ്പത്തിൽ നിന്റെ ജീവിതമാകുന്നുണ്ടോ? പ്രതിസന്ധിയിലാകുന്നുണ്ടോ? എന്ത് ചെയ്യണമെന്നുള്ളതായ ഒരു വലിയ പ്രശ്നം നിന്റെ ജീവിതത്തെ കുഴയ്ക്കുന്നുണ്ടോ? എങ്കിൽ കർത്താവിൽ ആശ്രയിക്കുവാൻ ഈ തരുണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നോക്കൂ, യോവാബിൻ്റെ അഭിപ്രായം നോക്കൂ. യോവാബ് അതിനു മുമ്പ് തൻ്റെ സഹോദരനുമായിട്ടൊരു സഖ്യത ചെയ്തു. ഞാൻ ബലഹീനനായാൽ നീ എന്നെ സഹായിക്കണം, നീ ബലഹീനനായാൽ ഞാൻ നിന്നെ സഹായിക്കും. തമ്മിൽ സഹായിക്കുവാനുള്ള ഒരു വ്യവസ്ഥ, ഒരു തീരുമാനം, ഒരു ഐക്യപക്ഷമായിട്ടുള്ള ഒരു ചിന്ത. ഞാൻ എൻ്റെ സഹോദരനെ സഹായിക്കണം, എൻ്റെ സഹോദരനെ ചതിക്കാൻ പാടില്ല, എൻ്റെ സഹോദരനെ ഒറ്റുകൊടുക്കാൻ പാടില്ല, എൻ്റെ സഹോദരനെ വീഴ്ത്തിക്കളയരുത്, അവന് നഷ്ടമായി വരുന്നത്, അവന് തോൽവി സംഭവിക്കുന്നതൊന്നും സംഭവിക്കാൻ പാടില്ല. ഒരു പക്ഷെങ്കിൽ അവൻ്റെ ശത്രുതയെ അവന് കാണുവാൻ കഴിയില്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി കാവൽ നിൽക്കണം. അവൻ ഒരു പക്ഷെങ്കിൽ ബലഹീനനായാൽ എൻ്റെ കടപ്പാടാണ് എന്നെ സഹായിക്കുവാൻ. ഞാൻ ബലഹീനനാകുമ്പോൾ അവൻ എന്നെ സഹായിക്കുവാൻ ഇതാ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര മനോഹരമായ ജീവിതം! തിരുവചനത്തിൽ വായിക്കുമ്പോൾ ദാവീദ് അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഇതാ, സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരവും, എത്ര ശുഭവും, എത്ര ആശ്ചര്യവും, എത്ര സന്തോഷവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. തനിക്ക് വർണ്ണിക്കാൻ സാധിക്കാത്ത രീതിയിൽ അത് മനോഹാരിതമാണ്. അവർ ഒരുമിച്ച് വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.